ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. സുഭാഷ് ചന്ദ്രന്റെ ജ്ഞാനസ്നാനം എന്ന നോവലിലെ മഹാത്മാഗാന്ധിയുടെ ഉപ്പുകുറുക്കൽ സമരവുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്. അതേക്കുറിച്ച് എഴുത്തുകാരൻ പറഞ്ഞത്, നിസാരമായിരിക്കെ തന്നെ വളരെ പ്രധാന സംഗതിയാണ് ഉപ്പ്. ഏറ്റവും വില കുറഞ്ഞു കിട്ടുന്ന ഒരു വസ്തു. എന്നാൽ അതിന്റെ അളവ് ശരീരത്തിൽ ഒരണു കുറഞ്ഞാൽ ഭ്രാന്താകും. ഇനി ആഹാരത്തിന്റെ കാര്യം നോക്കൂ. ഉപ്പിന്റെ അളവ് കൂടിയാലോ രുചി നഷ്ടപ്പെടും, കഴിക്കാൻ കൊള്ളാതാകും. അപ്പോൾ ശരിക്കും ഉപ്പ് എന്നതിന്റെ പ്രാധാന്യം ശരിക്കും അറിഞ്ഞവരെല്ലാം ഗുരുക്കന്മാരാണ്. ശിഷ്യന്മാർ സ്വന്തം ഉപ്പുരസം പൊയ്പോക്കാതെ നോക്കണം എന്ന് ഗുരു പറയുമ്പോൾ മൂല്യനിഷ്ഠമായി ജീവിച്ചുകൊണ്ട് ലോകത്തെ വെടിപ്പാക്കണം എന്നതായിരുന്നിരിക്കണം. ഇന്ന് ONV കുറുപ്പിന്റെ 94-ാം ജന്മദിനമാണ്. അദ്ദേഹം എഴുതിയ ഉപ്പ് എന്ന കവിതയിൽ മുത്തശ്ശിയും ഉണ്ണിയും തമ്മിലുള്ള ആത്മബന്ധം വെളിവാക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ കഞ്ഞിയിൽ, ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞുപോവും മട്ടിലെന്നുണ്ണി, നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരുനാൾ മറഞ്ഞുപോവും, എങ്കിലും നിന്നിലെയുപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ടങ്ങ് പോകുവാൻ. കഞ്ഞിയിൽ ഉപ്പുതരി വീണലിയുന്നത് പോലെ തന്റെ ജീവിതവും പെട്ടെന്നില്ലാതാകുമെന്ന് മുത്തശ്ശി പേരക്കുട്ടിയോട് പറയുന്നു. എന്നാലും ഉണ്ണിയുടെ ഉള്ളിലെ ഉപ്പായി താനുണ്ടാകുമെന്ന് മുത്തശ്ശി ഉറപ്പിക്കുന്നുണ്ട്. മുത്തശ്ശി തന്നെ ഉപ്പായി സങ്കല്പിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഗുരുക്കന്മാരെല്ലാം ഉപ്പിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരാണ്. അതറിയാത്തവർക്ക് മുത്തശ്ശി ഉപ്പായി ഉള്ളിലുണ്ടാകും എന്ന് പറയുന്നതിനെ ഒട്ടും വിലയില്ലാത്തതായി തോന്നുമെങ്കിലും ഉപ്പ് ജീവന്റെ നൈരന്തര്യത്തിന്റെ പ്രതീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. രാവിലെ കൊട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂവുപോലിത്തിരി ഉപ്പുതരിയെടുത്താവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി, ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ കഞ്ഞിയിൽ, ഉപ്പുതരി വീണലിഞ്ഞു മറഞ്ഞുപോം മട്ടിലെന്നുണ്ണി, നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരു നാൾ മറഞ്ഞുപോം, എങ്കിലും നിന്നിലയുപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ടെങ്ങു പോകുവാൻ. കുടുംബബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞയാളാണ് ONV കുറുപ്പ്. മുത്തച്ഛനും മുത്തശ്ശിയും കഥാപാത്രങ്ങളാകുന്ന കവിതകൾ ധാരാളം എഴുതുകയും ചെയ്തു. കുടുംബബന്ധങ്ങളുടെ കെട്ടുറപ്പിൽ മുത്തശ്ശിക്കും മുത്തച്ഛനുമുള്ള പ്രത്യേക സ്ഥാനം എടുത്തു പറയുന്ന കവിതകൾ. കാറ്റ് എന്ന കവിതയിൽ ഒരു കുട്ടി അമ്മുമ്മയിലൂടെ കാറ്റിന്റെ കഥകൾ കേൾക്കുന്ന ഒരു സന്ദർഭമുണ്ട്. കാറ്റിനും മക്കളുണ്ട് അമ്മുമ്മ ചൊല്ലുന്നു. അങ്ങനെ കാറ്റിന്റെ മക്കളെക്കുറിച്ചുള്ള അറിവ് കുട്ടിക്ക് പുതിയൊരു അനുഭൂതി നൽകുന്നു. മുത്തശ്ശി കഥകൾ കുട്ടികൾക്ക് ഒരു അനുഭവമാകുന്നു. എന്നാൽ ഇന്ന് മുത്തശ്ശി കഥകളില്ല. അവരുടെ അനുഭവ കഥകൾ കുട്ടികൾക്ക് താൽപ്പര്യമുള്ള വിഷയവുമല്ല. പാവക്കൂത്ത് എന്ന കവിതയിൽ ONV തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മായിക ലോകത്തിൽപ്പെട്ട കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ മതി. മുത്തശ്ശി കഥകൾ ഓർമ്മയായി മാറുന്നതിനെക്കുറിച്ച് സങ്കടത്തോടെ മുത്തശ്ശി പറയുന്നു. മുത്തശ്ശി ഓർമ്മച്ചെപ്പിൽ ഭദ്രമായി സൂക്ഷിക്കുമീ മുത്തുകൾ ഇനി ആർക്ക് കൈമാറാൻ എന്നോർക്കുന്നു. മുത്തച്ഛൻ എന്ന കവിത നോക്കൂ. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ നമ്മെ വിട്ടെവിടേക്കു പോവാനാണ് അല്ലേയുണ്ണി, ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം, ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും ഇവിടെവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം, വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ പണിയൊന്നും ചെയ്തിടാതെ, കലവറയിലുണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാകം നോക്കാൻ, കദളിക്കുലയുടെ പാകം നോക്കാൻ, കലവറയിലുണ്ടാവാം ഉണ്ണിക്കായി കരുതിയ കദളിക്കുലയുടെ പാകം നോക്കാൻ. ഇനി വരും ഓണത്തിനെല്ലാരും എത്തുമ്പോൾ ഇളവനും വെള്ളരിയുമൊക്കെ വേണ്ടേ. ഒഴികഴിവുകൾ പലതും പറഞ്ഞ് ഇക്കുറിയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും കാണാൻ പോകാത്തവർ ഇതൊന്ന് പലവുരു കേൾക്കുമല്ലോ. അവസാനിപ്പിക്കുമ്പോൾ മുത്തശ്ശി ഉണ്ണിയോട് പറയുന്നില്ലേ, എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശിയെന്നും എന്നുണ്ണിയെ വിട്ടങ്ങ് പോകുവാൻ.